അത് നല്ല രീതി തുറന്നല്ല. ഇതാണ് നമ്മുടെ കൊട്ടാരം. നിങ്ങൾ പറയൂ നാട്ടാരെ, ഈ വീട്ടിലാണ് 4 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ജീവിക്കുന്നത്. ഇതും ഒരു വീടോ? എന്താണിത്? മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിനേക്കാൾ ക്ലീൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിലും നിങ്ങൾ തന്നെ പറയൂ നാട്ടാരെ, ഇതെന്താണിത്? നമ്മുടെ ഒരു സുഹൃത്ത് വന്നപ്പോൾ പറഞ്ഞത് നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ടപ്പോൾ പോലും ഇത്രയും വൃത്തികേടായിട്ടില്ല എന്നാണ്. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഇതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കഴിയുന്നത്? വലിയ എക്സെഞ്ചറിലെ ജീവികളാണ് പോലും. എന്നിട്ടും ഇതൊന്നും അടിച്ചു വാരാൻ ഇവർക്ക് സമയമില്ല. എന്താണ് നാട്ടുകാരെ, നിങ്ങൾ പറയൂ, ഇതാണോ വീട്? ഇതാണ് വീട്. കണ്ണാടിയുടെ അടുത്ത ഭാഗത്തിൽ നിങ്ങൾക്ക് കാണാം ഇതിനും കൂടുതലുള്ളത്. വിശ്വസിച്ചാലുമില്ലെങ്കിലും ഈ വീട്ടിലാണ് 4 സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ജീവിക്കുന്നത്. നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബിട്ടപ്പോൾ ഇത്രയും വൃത്തികേടായില്ല. കേൾക്കൂ നാട്ടാരെ, കേൾക്കൂ. ഇതാണ് നമ്മുടെ ഒരു എക്സെഞ്ചർ ജീവി താമസിക്കുന്ന സ്ഥലം. നിങ്ങൾ പറയൂ നാട്ടാരെ, ഈ കിടക്കയിൽ കിടന്ന് ആർക്കെങ്കിലും ഉറങ്ങാൻ പറ്റുമോ? അവനാണ് നാളെ ലണ്ടനിലേക്ക് പോകാൻ പുറപ്പെടുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾ തന്നെ പറയൂ. വവ്വാലോ അതോ വേറെ കാക്കയോ? നിങ്ങൾ തന്നെ പറയൂ നാട്ടാരെ. ഇതാണ്, ഇവിടെ അവസാനിക്കുന്നില്ല. പുതിയൊരു ജീവിതത്തിന്റെ താളുകളുമായി ഈ ലോകത്ത് നാം ജീവിക്കും. ഇതാണ് നമ്മൾ എപ്പോഴും വാഴ്ത്തപ്പെടുന്ന അടുക്കള. വൃത്തിയുടെ പര്യായമായി കാണുന്ന ഈ അടുക്കള നിങ്ങൾ നോക്കൂ നാട്ടാരെ. 12 വർഷമായിട്ടുള്ള ചോറും 2 വർഷമായിട്ടുള്ള കറിയും എല്ലാം ഇവിടെയുണ്ട്. സുഗന്ധദ്രവ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സെറ്റാക്കാൻ. ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ജീവിത കഥ. നിങ്ങൾ കണ്ടാൽ ബോധം പോവുമെങ്കിലും ഇതും നിങ്ങൾ കാണണം. ഇത്രയും വൃത്തിയുള്ള ടോയ്ലറ്റുകൾ നിങ്ങൾ പരസ്യത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. ഇതാണ് മക്കളെ ജീവിതം. ഇത്രയും നല്ല വേസ്റ്റ് ബാസ്ക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അലക്കാനിട്ടിരിക്കുന്ന ഈ വവ്വാലുകളെ നിങ്ങൾ ശ്രദ്ധിക്കൂ. വരിക നാട്ടുകാരെ, ഈ ജീവിതത്തെ എന്തിനോടുപമിക്കാൻ? ഇവിടെ ഒരു കണാരൻ എന്ന് പറയുന്ന ഒരു ജീവി ചെരുപ്പുകൾ താഴെ കിടക്കും. കൊതുകുകളോ വരില്ല. പിന്നെ എന്തിനാണ് ഈ കൊതുക് വല? ഈ വീട്ടിൽ കിടക്കുന്ന ഓരോ കൊതുകും 1 കിലോമീറ്റർ മുമ്പിൽ നിന്നും ആത്മഹത്യ ചെയ്യുന്നു. എന്താണിതിന് കാരണം? ഈ വീട്ടിന്റെ അത്രയും മനോഹരമായ ഐശ്വര്യമോ അതോ വേറെ വല്ലതുമോ? നിങ്ങൾ പറയൂ നാട്ടാരെ. വവ്വാലുകൾ വീണ്ടും തൂങ്ങിക്കിടക്കുന്നു. ഡ്രസ്സുകളിടാൻ അളുമാരകളുണ്ടെങ്കിലും ഇവിടെ വെക്കുന്നതാണ് ഇവർക്കിഷ്ടം. ഞങ്ങളുടെ ഫോണുകൾ കാണാനില്ല മക്കളെ. ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന്റെ ജീവിതം ഇവിടെ തുടങ്ങുന്നു. എന്താണിത്? കടലിൽ കക്ക വാരിയിട്ടതുപോലെയുള്ള ഷൂകൾ. കസേരകൾ നിരന്നു നിൽക്കുന്നു. ഇത്രയും വൃത്തിയുള്ള വീട് നിങ്ങൾ കാണാം. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അടുത്ത ലക്കം തുടരും. അതുവരേക്കും ബൈ.